ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 127 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ഗ്രന്ഥത്തിൽ ഒരു പ്രഭുവിൻ്റെ കഥയുണ്ട്. അദ്ദേഹം ഒരു നീണ്ട യാത്രയ്ക്കൊരുങ്ങി. യാത്രയ്ക്കിടയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചും അവയെ നേരിടേണ്ട വഴികളെപ്പറ്റിയും അദ്ദേഹം വിശദമായി ചിന്തിച്ചു. ഒടുവിൽ ഒരപകടവും പറ്റാതെ സുരക്ഷിതനായി യാത്ര ചെയ്യുവാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും അദ്ദേഹം ചെയ്തു. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ കുതിരയെ സിംഹം വന്ന് ആക്രമിക്കാതിരിക്കുവാനായി അദ്ദേഹം അതിനെ മുഴുവൻ ഇരുമ്പ് കവചം കൊണ്ട് മൂടി. നദികളും തോടുകളും കടക്കുമ്പോൾ മുതല വന്ന് കുതിരയുടെ കാലിൽ പിടിക്കാതിരിക്കാൻ അതിൻ്റെ കാലിൽ മുഴുവൻ മൂർച്ചയുള്ള കത്തികൾ ഘടിപ്പിച്ചു. പക്ഷേ ഇവയുടെ എല്ലാം ഭാരവും വീർപ്പുമുട്ടലും മൂലം യാത്ര തുടങ്ങുന്നതിന് മുമ്പേ കുതിര ചത്തു വീണു. ഈ പ്രഭുവിനെ പോലെയാണ് നമ്മളിൽ പലരും. ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങൾക്കും പരാജയങ്ങൾക്കും വഴിതെറ്റലുകൾക്കും സാധ്യതയുണ്ട്. എന്നാൽ അവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക അസാധ്യമാണ്. സകല മേഖലകളിലും പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ വിശ്വാസവും പ്രത്യാശയുമില്ലാതെ ആർക്കും അപകടങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ യാത്ര തിരിക്കാനും പറ്റില്ല. കർത്താവിൻ്റെ സ്നേഹത്തിലും പരിപാലനയിലുമുള്ള ശരണത്തിലൂടെയേ ഈ പ്രത്യാശയും ബലവും സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലും വിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മുടെ മുൻകരുതലുകൾ അതിർവരമ്പുകൾ വിട്ടുപോകുന്നു. അത് ജീവിതങ്ങളെയും സംരംഭങ്ങളെയും നിലം പതിപ്പിക്കുന്നു. ഇതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും. മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാനായി അവരുടെ സ്വാതന്ത്ര്യവും സ്വാഭാവികമായ ബന്ധങ്ങളും സന്തോഷങ്ങളും നിഷേധിച്ചുകൊണ്ട് അവർക്ക് കൂച്ചുവിലങ്ങടങ്ങുന്നതായ മാതാപിതാക്കൾ, സംശയം മൂലം ജീവിത പങ്കാളിയെ ചങ്ങലക്കിടുന്ന ദമ്പതിമാർ, അപാകതകൾ ഒഴിവാക്കുവാനുള്ള ഉദ്ദേശത്തോടെ വിവേകരഹിതമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും സൃഷ്ടിക്കുന്ന അധികാരികൾ, ഇവയെല്ലാം ചില ദൃഷ്ടാന്തങ്ങൾ മാത്രം. മാനുഷികമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും നമ്മെയും നമുക്കുള്ളവയെയും സംരക്ഷിക്കുവാനുള്ള കഴിവില്ല. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നുവെന്നും യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു എന്നും. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവർ വഴിതെറ്റാതിരിക്കുവാൻ, സംരക്ഷിക്കപ്പെടുവാൻ നാം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അവർക്കായി പ്രാർത്ഥിക്കുക എന്നതാണ്. പ്രാർത്ഥനയിലൂടെ ദൈവിക സംരക്ഷണത്തിൻ്റെ കവചം ധരിക്കുന്നവർക്ക് ഭയത്തിൽ നിന്നും മോചനം ലഭിക്കും. ഭയമാണല്ലോ അമിതമായ നിയന്ത്രണങ്ങളുടെയും ഒരുക്കങ്ങളുടെയും പിന്നിലുള്ളത്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കൂടുതലായി പ്രാർത്ഥിക്കാം. ശക്തിയും സംരക്ഷണവും നേടുവാനായിട്ടുള്ള വഴി അതുമാത്രമാണ്. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പിരിമുറുക്കവും ഭയവും ഒക്കെ നിറഞ്ഞതായ ഞങ്ങളുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ.